ഹായ് എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൊഡ്യൂൾ 3 കുറച്ച് പ്രോബ്ലം ടോപ്പിക്സ് ആണ്. അപ്പോൾ അതിൽ വരുന്നത് മെയിനായിട്ട് വരുന്ന രണ്ട് ടോപ്പിക്സ് ആണ് വരുന്നത്. ലഗ്രാഞ്ചസ് മെത്തേഡ് ഫോർ സോൾവിങ് നോൺ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസും ദെൻ നെക്സ്റ്റ് വരുന്നത് കുണ്ടക്കർ മെത്തേഡ് ഫോർ സോൾവിങ് നോൺ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മളിന്ന് ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ലഗ്രാഞ്ചസ് മെത്തേഡാണ്. അപ്പോൾ ഓൾറെഡി നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളുള്ളത് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലമാണ്. അതായത് ലീനിയർ ഇക്വേഷൻ, നമുക്ക് ഇക്വേഷൻസ് ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ എന്ന് എങ്ങനെയാണ് അറിയുന്നത്? അതായത് നമ്മുടെ ഇക്വേഷൻ, സപ്പോസ് നമ്മുടെ ഇക്വേഷൻ x1 + x2 = 3 എന്ന് പറഞ്ഞാൽ അത് ലീനിയർ ഇക്വേഷനാണ്. കാരണം x1ൻ്റെയും x2ൻ്റെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് അവിടെ 1 ആണ്. അപ്പോൾ നോൺ ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്തായിരിക്കും? x1ൻ്റെയും x2ൻ്റെ ഹയസ്റ്റ് പവർ 1 ആയിരിക്കില്ല, മേ ബി 2 ആയിരിക്കാം, 3 ആയിരിക്കാം, 4 ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ x1² + 2x2 = 5 എന്ന് പറയുന്ന ഇക്വേഷൻ ഇതൊരു ലീനിയർ ഇക്വേഷനാണ്, നോൺ ലീനിയർ ഇക്വേഷനാണ്. കാരണം ഇവിടെ എക്സിൻ്റെ ഹയസ്റ്റ് പവർ, x1ൻ്റെ ഹയസ്റ്റ് പവർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ എത്ര വേരിയബിൾസ് ഉണ്ടോ എല്ലാ വേരിയബിൾസിൻ്റെയും പവർ എന്ന് പറയുന്നത് ഹയസ്റ്റ് പവർ 1 ആണെങ്കിൽ അങ്ങനെയുള്ള ഇക്വേഷൻസിനെയാണ് നമ്മൾ ലീനിയർ ഇക്വേഷൻസ് പറയുന്നത്. അതർവൈസ് ഇറ്റ് ഈസ് നോൺ ലീനിയർ ഇക്വേഷൻ. സോ അങ്ങനെ നോൺ ലീനിയർ ആയിട്ടുള്ള ഇക്വേഷൻസിനെ സോൾവ് ചെയ്യാനുള്ള മെത്തേഡ്സാണ് നമ്മൾ മൊഡ്യൂൾ 3 പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ രണ്ട് ടൈപ്പ് ഇക്വേഷൻസ് ആണ്, പ്രോബ്ലംസ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഒപ്റ്റിമൈസ് z = ഒരു ഫങ്ഷൻ തരും, സബ്ജക്റ്റ് ടു ഒരു കൺസ്ട്രെയിൻറ്റ് തരും. അതിൽ ലഗ്രാഞ്ചസ് മെത്തേഡ് എന്ന് പറയുന്നത് അവിടെയുള്ള കൺസ്ട്രെയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഇക്വാളിറ്റി കൺസ്ട്രെയിൻ്റ് ആയിരിക്കും. ആ സബ്ജക്റ്റ് ടു കഴിഞ്ഞിട്ടുള്ള ഇക്വേഷൻസ് എപ്പോഴും ഇക്വാളിറ്റീസ് ആയിരിക്കും. അതായത് x1 + 5x2 = 7 അല്ലെങ്കിൽ x2 - x1 = 7 അങ്ങനെ 5 അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇക്വാളിറ്റി ഇക്വേഷൻസ് വരുന്ന കൺസ്ട്രെയിൻസ് വരുന്ന പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാനാണ് നമ്മൾ ലഗ്രാഞ്ചസ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഞാൻ പറഞ്ഞു ഓൾറെഡി നമുക്കൊരു മെത്തേഡും കൂടെ ഉണ്ട്, കുണ്ടക്കർ ഇക്വേഷൻസ് എന്ന് പറഞ്ഞ അങ്ങനെ ഒരു മെത്തേഡും കൂടെ ഉണ്ട്. അവിടെ വരുന്നത് ഇൻഇക്വാളിറ്റി കൺസ്ട്രെയിൻസ് ആയിരിക്കും. ഓക്കെ, അതായത് നമുക്ക് കിട്ടുന്ന സബ്ജക്റ്റ് ടു കഴിഞ്ഞിട്ട് വരുന്ന ഇക്വേഷൻ മേ ബി x1 + 5x2 ≤ 7 അല്ലെങ്കിൽ > 5 അങ്ങനെ ഇക്വാളിറ്റി അല്ല, <= അല്ലെങ്കിൽ > കണ്ടീഷൻസ് വരുന്ന ഇക്വേഷൻസിനെ സോൾവ് ചെയ്യാനാണ് കുണ്ടക്കർ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ലഗ്രാഞ്ചസ് മെത്തേഡ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാനൊരു പ്രോബ്ലമാണ്, മെത്തേഡ് ഒന്നും പറയുന്നില്ല, പ്രോബ്ലം ത്രൂ ആ മെത്തേഡ് നിങ്ങൾ മനസ്സിലാക്കുക. ഇതേ പാറ്റേണിൽ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഒപ്റ്റിമൈസ് z = 6x1² + 5x2² സബ്ജക്റ്റ് ടു x1 + 5x2 = 7 ആൻഡ് x1, x2 > 0. ഇതാണ് നമ്മുടെ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഒപ്റ്റിമൈസ്, ഇവിടെ നമ്മളോട് പറഞ്ഞേക്കുന്നത് ഒപ്റ്റിമൈസ് z = അപ്പോൾ ഇസഡിൻ്റെ ഒപ്റ്റിമം വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ഒപ്റ്റിമൈസ് z എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്താണെന്ന് ഞാൻ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഒപ്റ്റിമൈസ് z എന്ന് പറഞ്ഞാൽ? ഒന്നെങ്കിൽ ഫൈൻഡ് ദ മാക്സിമം ഓഫ് z = അല്ലെങ്കിൽ മിനിമം ഓഫ് z. മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂ ഓഫ് z ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നേരത്തെ നിങ്ങൾ ബി.ടെക്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, അവിടെ ഒപ്റ്റിമൈസ് എന്നായിരിക്കും ചിലപ്പോൾ മാക്സിമൈസ് z = അല്ലെങ്കിൽ മിനിമൈസ് z എന്ന് പറഞ്ഞായിരിക്കും പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ടാവുക. അപ്പം അവിടെ ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻ അങ്ങനെയായിരുന്നു തന്നിരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, മാക്സിമം ആണോ മിനിമം ആണോ നമുക്ക് കിട്ടിയ വാല്യൂ എന്ന് നമ്മൾ ലാസ്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനൊരു എക്സ്ട്രാ കണ്ടീഷനും കൂടെ അപ്ലൈ ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ഒപ്റ്റിമൈസ് z എന്ന് പറഞ്ഞാൽ നമ്മൾ വാല്യൂ കണ്ടുപിടിക്കുക, ആ വാല്യൂ മാക്സിമം ആണോ മിനിമം ആണോ എന്നും കൂടെ നമ്മൾ കൺക്ലൂഷൻ എഴുതണം. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ഇനി ലഗ്രാഞ്ചസ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് അതും പറഞ്ഞിട്ടുണ്ട്. നോൺ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഇൻ 2 വേരിയബിൾ ആൻഡ് 1 ഇക്വാളിറ്റി മെത്തേഡ് സോൾവ് ചെയ്യാനായിട്ടാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്തിനെയാണോ ഒപ്റ്റിമൈസ് ചെയ്യേണ്ട ആ ഫംഗ്ഷനെ എടുത്തെഴുതുക. z = 6x1² + 5x2². ഓക്കെ, ഇനി നമുക്ക് സബ്ജക്റ്റ് ടു ഒരു കൺസ്ട്രെയിൻറ്റ് തന്നിട്ടുണ്ട്. ആ കൺസ്ട്രെയിൻറ്റിനെ നമ്മൾ h = x1 + 5x2 - 7 എന്നങ്ങ് നെയിം ചെയ്യാം. എപ്പോഴും അങ്ങനെയാണ് തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഒപ്റ്റിമൈസ് ചെയ്യേണ്ട ഫംഗ്ഷനെ അതേപടി എഴുതുക. ദെൻ നമ്മൾ പുതിയൊരു ഫംഗ്ഷൻ h എന്ന് പറയുന്നൊരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. ദാറ്റ് ഈസ് h = നമുക്ക് തന്നിരിക്കുന്ന കൺസ്ട്രെയിൻറ്റിനെ =0 മോഡിലേക്ക് കൺവേർട്ട് ചെയ്യും. സോ ഓക്കെ, ദാറ്റ് ഈസ് h = x1 + 5x2 - 7 എന്ന് വന്നു. ഇനി നമ്മൾ പുതിയൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുവാണ്. ലെറ്റ് L of
x1, x2, ലാംഡ, അതായത് x1, x2 ലാംഡയിലുള്ള ഒരു ഫംഗ്ഷനാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. L ഈക്വൽ ടു 6x1², അതായത് നമ്മുടെ ഇസഡ് എഴുതുക. അതായത് L ഈക്വൽ ടു ഇസഡ് മൈനസ് ലാംഡ ഇൻറ്റു എച്ച് എന്നാണ് അതിൻ്റെ ജനറൽ ഇക്വേഷൻ. L ഈക്വൽ ടു ഇസഡ് മൈനസ് ലാംഡ എച്ച്. അപ്പോൾ ഇസഡ് എന്തായിരുന്നു? 6x1² പ്ലസ് 5x2² മൈനസ് ലാംഡ ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് x1 പ്ലസ് 5x2 മൈനസ് 7. അപ്പം നമ്മൾ L ഡിഫൈൻ ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? ദോയൽ ബൈ, ഈ L എന്ന് പറയുന്ന ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? x1നെ ഡിപ്പെൻഡ് ചെയ്യുന്നു, x2നെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ലാംഡയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ദീസ് 3 വേരിയബിൾസ് വി ഹാവ് ടു ഫൈൻഡ് ദ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓഫ് L. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? ദോയൽ ബൈ ദോ x1 കണ്ടുപിടിക്കുന്നു. അപ്പോൾ ആദ്യം x1ൻ്റെ ടേംസ് മാത്രം നോക്കുക. അപ്പോൾ 6x1² ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 12x1 വരും, 5x2² 0 ആയിപ്പോവും, മൈനസ് ലാംഡ ഇൻറ്റു x1, അപ്പം മൈനസ് ലാംഡ. ഡെറിവേറ്റീവ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ദോയൽ ബൈ ദോ x1 ഈക്വൽ ടു 12x1 മൈനസ് ലാംഡ വരും. അടുത്ത ദോയൽ ബൈ ദോ x2, സെക്കൻഡ് വേരിയബിളിനെ വിത്ത് റെസ്പെക്ട് ടു സെക്കൻഡ് വേരിയബിളിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. ദോയൽ ബൈ ദോ x2 ഈക്വൽ ടു 5x2² ഡെറിവേറ്റീവ് 10x2 ആവും, മൈനസ് ലാംഡ ഇൻറ്റു 5x2, അപ്പോൾ മൈനസ് 5 ലാംഡ വരും. അടുത്തത് നെക്സ്റ്റ് വരുന്നത് ദോയൽ ബൈ ദോ ലാംഡ, തേർഡ് വേരിയബിളിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. ദോയൽ ബൈ ദോ ലാംഡ ഈക്വൽ ടു മൈനസ് ഓഫ്, അപ്പോൾ എന്തായിരിക്കും ആക്ച്വലി വരുന്നത്? ദോയൽ ബൈ ദോ ലാംഡ എന്ന് പറഞ്ഞാൽ ഇവിടെ ലാംഡയുടെ കോഎഫിഷ്യൻ്റായിട്ട് എന്താണോ കിടക്കുന്നത് ആ ടേം തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ മൈനസ് ഓഫ് x1 പ്ലസ് 5x2 മൈനസ് 7 കിട്ടും. ഓക്കെ, ഇത്ര എഴുതുക. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ദോയൽ ബൈ ദോ x1 ഈ ഡെറിവേറ്റീവ്സ് എല്ലാം കണ്ടുപിടിച്ചു. അതിനെ മൂന്നിനെ നമ്മൾ 0യോട് ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ദോയൽ ബൈ ദോ x1 ഈക്വൽ ടു 0 ചെയ്യുക, ദെൻ ദോയൽ ബൈ ദോ x2 ഈക്വൽ ടു 0 ചെയ്യുക, ദെൻ ദോയൽ ബൈ ദോ ലാംഡ ഈക്വൽ ടു 0 ചെയ്യുക. അപ്പോൾ ദോയൽ ബൈ ദോ x1 ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ എന്താ കിട്ടുന്നത് നമുക്ക്? അതായത് 12x1 മൈനസ് ലാംഡ ഈക്വൽ ടു 0 ഫസ്റ്റ് ഇക്വേഷൻ. അടുത്ത് ദോയൽ ബൈ ദോ x2 ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ 10x2 മൈനസ് 5 ലാംഡ ഈക്വൽ ടു 0 കിട്ടും. ദോയൽ ബൈ ദോ ലാംഡ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ മൈനസ് x1 പ്ലസ് 5x2 മൈനസ് 7 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് മൈനസ് x1 പ്ലസ് 5x2, ഒരു പ്ലസ് ആണ്, സോറി ഞാനത് എഴുതിയപ്പോൾ തെറ്റിപ്പോയിട്ടുണ്ട്, പ്ലസ് 5x2 ഈക്വൽ ടു 7 എന്ന് കിട്ടും. ഇപ്പോൾ നോക്കി അത് എത്ര ഇക്വേഷൻസ് ഉണ്ട്? നമുക്ക് ഇവിടെ 3 ഇക്വേഷൻസ് ഉണ്ട് അല്ലേ? 12x1 1 2 3 ഇക്വേഷൻസ് ഉണ്ട്. എത്ര അൺനോൺസ് ഉണ്ട്? നമുക്ക് ഇവിടുത്തെ അൺനോൺസ് ആയിരിക്കുക x1 ഉണ്ട്, x2 ഉണ്ട്, ലാംഡ ഉണ്ട്. അപ്പോൾ 3 ഇക്വേഷൻസ് ഇൻ 3 അൺനോൺസ് ആണ്. സോ വി ഹാവ് ടു സോൾവ് ദിസ് ഇൻ കാൽക്കുലേറ്റർ. കാൽക്കുലേറ്ററിൽ നമുക്കിത് ഡയറക്റ്റ്ലി സോൾവ് ചെയ്യാം. 3 ഇക്വേഷൻസ് ഇൻ 3 അൺനോൺസ് സോൾവ് ചെയ്യാനുള്ള മെത്തേഡ് നമ്മുടെ കാൽക്കുലേറ്ററിൽ പോസിബിൾ ആണ്. സോ ആ കാൽക്കുലേറ്റർ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x1 ഈക്വൽ ടു 7/31 കിട്ടും, x2 ഈക്വൽ ടു 42/31 കിട്ടും, ആൻഡ് ലാംഡ ഈക്വൽ ടു 2/31 കിട്ടും. ഓക്കെ, അത് ഡയറക്റ്റ്ലി കാൽക്കുലേറ്റർ സോൾവ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് x1ൻ്റെ വാല്യൂ ആയി, x2ൻ്റെ വാല്യൂ ആയി, ലാംഡയുടെ വാല്യൂ ആയി. നമുക്ക് എന്താ വരുന്നത്? ഒപ്റ്റിമം വാല്യൂ ഓഫ് ഇസഡ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇസഡിനകത്ത് നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. x1 x2 കിട്ടിയല്ലോ. therefore ഇസഡ് ഈക്വൽ ടു 6x1². അപ്പോൾ 6 ഇൻറ്റു x1 7/31² പ്ലസ് 5x2², 42/31² ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 294/31 കിട്ടും. അപ്പോൾ ഇസഡിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഒപ്റ്റിമം വാല്യൂ ആണ് നമുക്കിപ്പം കിട്ടിയത്. ഈ ഒപ്റ്റിമം മാക്സിമം ആണോ മിനിമം ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പുതിയ ഒരു വാല്യൂ കണ്ടുപിടിക്കണം. ഡെൽറ്റ എന്നുള്ള ഒരു വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഡിറ്റർമിനൻ്റ് ഓഫ് ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ 0. എച്ച് എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാലോ. എച്ച് നമ്മളിവിടെ എഴുതിയിട്ടുണ്ടല്ലേ. അപ്പം ദോ എച്ച് ബൈ ദോ x1, ദോ എച്ച് ബൈ ദോ x2. ഓക്കെ, ദെൻ സെക്കൻഡ് റോയിൽ ദോ എച്ച് ബൈ ദോ x1. ഈ ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തോണം. ദോ സ്ക്വയർ എൽ ബൈ ദോ x1², ദോ സ്ക്വയർ എൽ ബൈ ദോ x2 ദോ x1, ദെൻ ദോ എച്ച് ബൈ ദോ x2, ദോ സ്ക്വയർ എൽ ബൈ ദോ x2 ദോ x1, ദോ സ്ക്വയർ എൽ ബൈ ദോ x2². ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഇത് ഓർത്തിരിക്കാനുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് റോ നോക്കിയാൽ ഫസ്റ്റ് റോ തന്നെയാണ് ഫസ്റ്റ് കോളം വരുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് റോ തന്നെയാണ് സെക്കൻഡ് കോളം, തേർഡ് റോ തന്നെയാണ് തേർഡ് കോളം. അപ്പം ആ രീതിയിൽ ഓർത്തിരിക്കുക. ആദ്യത്തെ എലമെൻറ്റ് 0 ആയിരിക്കും. ഡയഗണൽ എലമെൻറ്റ്സ് ആയിട്ട് വരുന്നത് സ്ക്വയർ ടേംസ് ആയിരിക്കും. ദോ സ്ക്വയർ എൽ ബൈ ദോ x1², ദോ സ്ക്വയർ എൽ ബൈ ദോ x2². ഇനി ആ രീതിയിൽ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളത്തിലെല്ലാം എച്ചിൻ്റെ ടേംസിലാണ്, ബാക്കിയെല്ലാം എല്ലിൻ്റെ ടേംസിലാണ്. ആ ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യുക. ഡിറ്റർമിനൻ്റ് ആണ് കേട്ടോ. സോ നമുക്ക് ഈ ഡെറിവേറ്റീവ്സ് എല്ലാം കണ്ടുപിടിക്കണം. എച്ച് എന്താണെന്ന് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, അതൊന്നും കൂടെ എടുത്തെഴുതി.
അപ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് ഇവിടെ എന്തൊക്കെ വേണം, ദോ എച്ച് ബൈ ദോ എക്സ് വൺ വേണം, ദോ എച്ച് ബൈ ദോ എക്സ് ടു. അപ്പോൾ അത് രണ്ടും നമുക്ക് എന്ത് കിട്ടി, ദോ എച്ച് ബൈ ദോ എക്സ് വൺ 1 എന്ന് കിട്ടി, ദോ എച്ച് ബൈ ദോ എക്സ് ടു ഈക്വൽ ടു 5 കിട്ടി. ഇനി അടുത്ത് എന്തൊക്കെ വേണം ഇതിനകത്തുള്ളത്, ഇനി എല്ലിൻ്റെ ഡെറിവേറ്റീവ്സ്. അപ്പോൾ ദോ സ്ക്വയർ എൽ ബൈ ദോ എക്സ് വൺ സ്ക്വയർ വേണം. നമ്മൾ ഓൾറെഡി ദോ എൽ ബൈ ദോ എക്സ് വൺ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനെ ഒന്നും കൂടെ എക്സ് വണ്ണിൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് കിട്ടും, 12 കിട്ടും. ദെൻ ദോ സ്ക്വയർ എൽ ബൈ ദോ എക്സ് ടു എന്ന് പറയുമ്പം 10 കിട്ടും. അതിന് ഒന്നും കൂടെ എക്സ് ടുവിലെ ഡെറിവേറ്റീവ് എടുക്കും. ദോ എൽ ബൈ ദോ എക്സ് ടു ഉണ്ട്, അതിന് ഒന്നും കൂടെ എക്സ് ടുവിലെ ഡെറിവേറ്റീവ് എടുക്കുക. ദെൻ അടുത്ത എന്താ വേണ്ടേ, ദോ സ്ക്വയർ എൽ ബൈ ദോ എക്സ് വൺ ദോ എക്സ് ടു. അതായത് ദോ എൽ ബൈ ദോ എക്സ് വൺ നമ്മുടെ കയ്യിലുണ്ട്, അതിന് ഒന്നും കൂടെ എക്സ് ടുവിൻ്റെ ടേമിൽ ഡെറിവേറ്റീവ് എടുക്കുക. ഇവിടെ എക്സ് ടുവിൻ്റെ ടേംസ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഡെറിവേറ്റീവ് എന്തായിരിക്കും, 0 ആയിരിക്കും. അല്ലെങ്കിൽ ദോ എൽ ബൈ ദോ എക്സ് ടുവിന് വേണമെങ്കിൽ എക്സ് വണ്ണിൽ ഡെറിവേറ്റീവ് എടുത്താലും മതി. അപ്പോൾ ഇവിടെ എക്സ് വണ്ണിൻ്റെ ടേംസ് ഒന്നുമില്ല, സോ അത് 0 ആക്കി. അത് രണ്ട് രീതിയിൽ ചെയ്താലും നമുക്ക് സെയിം ആൻസറാണ് കിട്ടുന്നത്. അപ്പോൾ അത് 0 കിട്ടി. ഇനി നമ്മൾ നമ്മുടെ ഈ ഡെൽറ്റയിൽ അപ്ലൈ ചെയ്യുക. ഡെൽറ്റ ഈക്വൽ ടു 0, ദോ എച്ച് ബൈ ദോ എക്സ് വൺ 1 വരും, 5, ദെൻ ഓരോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 1, 12, 0. ഇനി ആ ഡിറ്റർമിനൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഡിറ്റർമിനൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ഡിറ്റർമിനൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് -310 എന്നാണ് കിട്ടിയത്. അപ്പോൾ ഡെൽറ്റയുടെ വാല്യൂ എന്താണ്, നെഗറ്റീവ്. അപ്പോൾ ഇവിടെ നമുക്കൊരു കണ്ടീഷനുണ്ട്, ഡെൽറ്റ നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇസഡ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, മിനിമം ആയിരിക്കും. ഡെൽറ്റ പോസിറ്റീവ് ആണെങ്കിൽ ഇസഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയ പ്രോബ്ലത്തിൽ ഡെൽറ്റയുടെ വാല്യൂ നെഗറ്റീവാണ്, സോ നമുക്ക് കിട്ടിയ ഇസഡ് വാല്യൂ എന്തായിരിക്കും, അത് മിനിമം വാല്യൂ ആയിരിക്കും. ദെയർഫോർ ഇസഡ് മിനിമം ഈക്വൽ ടു 294/31 കിട്ടും. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. അപ്പോൾ സ്റ്റെപ്സ് ഓർക്കുക. ആദ്യം ഇസഡിനെ അതേപടി എഴുതുക. നമുക്ക് തന്നിരിക്കുന്ന കൺസ്ട്രെയിൻറ്റിനെ എച്ച് എന്ന് വിളിക്കുക. ദെൻ എൽ ഈക്വൽ ടു ഇസഡ് മൈനസ് ലാംഡ ഇൻറ്റു എച്ച് എന്ന് ഇക്വേറ്റ് ചെയ്യുക. തന്നിരിക്കുന്ന ഡെറിവേറ്റീവ്സ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുക. ആ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് x1 x2 ലാംഡയുടെ വാല്യൂ കിട്ടും. അവിടുന്ന് ഇസഡിൻ്റെ വാല്യൂ കിട്ടും. ഇസഡിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് മാക്സിമം ആണോ മിനിമം ആണോ എന്ന് കണ്ടുപിടിക്കാൻ ഡെൽറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഇനി ഈ കിട്ടിയ ഡെൽറ്റയുടെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ഇസഡ് മിനിമം ആയിരിക്കും. ഡെൽറ്റയുടെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ ഇസഡ് മാക്സിമം ആയിരിക്കും. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.